The third classification of communication എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺ ദ ബേസ് ഓഫ് മോഡ് യൂസ്ഡ്, ഏത് രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ള രീതിക്ക്. അതിൽ ഫസ്റ്റ് വൺ ഇസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദ സെക്കൻഡ് ഇസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. എന്താ വെർബൽ കമ്മ്യൂണിക്കേഷൻ? While communicating, managers may talk to their subordinates either face to face or on telephone, or they may send letters, issue notices or memos. Thus, the formal modes of communication may be oral and written. അതായത് നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ആൾക്കാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുമ്പോഴത്തേക്ക് ഒന്നല്ലെങ്കിൽ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഒരു ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്താ ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഇനി അതും അല്ലെങ്കിൽ ലെറ്റർ ആയിട്ടോ നോട്ടീസായിട്ടോ അല്ലെങ്കിൽ മെമ്മോ ആയിട്ടോ ഒക്കെ കാര്യങ്ങൾ റിട്ടൺ ആയിട്ടായിരിക്കും കൈമാറുന്നത്, അല്ലേ? അപ്പം അത് നമ്മളൊന്നല്ലെങ്കിൽ സംസാരത്തിലൂടെയോ അല്ലെങ്കിൽ എഴുതിയിട്ടോ ഈ പറയുന്ന ഐഡിയാസും ഒപ്പീനിയൻസും ഇൻഫർമേഷൻസൊക്കെ കൈമാറുന്നതിന് അല്ലെങ്കിൽ ആ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാവാം? ഒന്നല്ലെങ്കിൽ സംസാരത്തിലൂടെ ആവാം, ഇല്ലെങ്കിൽ എഴുതിയിട്ട് ആശയവിനിമയം നടത്തുന്നതും ആവാം. സെക്കൻഡ് വൺ ഇസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. The communication done using symbols or actions such as facial expressions, body gestures, etc. is known as non-verbal communication. അതായത് നമ്മൾ സംസാരത്തിലൂടെയോ അല്ലെങ്കിൽ എഴുതിയിട്ടോ അല്ലാതെ ഇപ്പോൾ കൈ കൊണ്ട് ആക്ഷൻസ് കാണിക്കുക, മുഖത്തെ ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ട് കാര്യങ്ങൾ പറയും, അതിനെയൊക്കെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസിൽ നമ്മൾ സംസാരിക്കുന്നുമില്ല, അതേപോലെ തന്നെ കാര്യങ്ങൾ എഴുതി കൊടുക്കുന്നില്ല. പകരം നമ്മുടെ കൈയും കാലും ഒക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും ആക്ഷൻസ് കാണിക്കുന്നത്, അല്ലെങ്കിൽ മുഖത്ത് എന്തെങ്കിലും എക്സ്പ്രഷൻ ഇട്ടിട്ട്, ഇപ്പോൾ നമുക്ക് ദേഷ്യം വരുവാണെങ്കിൽ നമ്മുടെ മുഖത്ത് അത് തിരിയില്ലേ, നമ്മളോരോ മുഖം കൊണ്ടോരോ എക്സ്പ്രഷൻ കാണിക്കില്ലേ. അപ്പം ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊണ്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ആക്ഷൻസ് കാണിച്ചിട്ടോ ഒക്കെ സംസാരിക്കുന്നതിനാണ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. കാര്യക്ഷമമായിട്ട് അല്ലെങ്കിൽ ക്ലിയറായിട്ട് ആശയവിനിമയം നടത്താൻ തടസ്സമാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ, തടസ്സമാവുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയെന്നാണ് പറയുന്നത്. ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ. ബാരിയേഴ്സ് മീൻസ് ദ ഹിൻഡ്രൻസ് ദാറ്റ് അഡ്വേഴ്സ്ലി എഫക്റ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പം ആശയവിനിമയത്തിന് തടയായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ബാരിയേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ബാരിയറാണ് സിമാൻറ്റിക് ബാരിയേഴ്സ്. സിമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ പദസംബന്ധമായ തടസ്സങ്ങൾ. This barriers takes place when the sender and the receiver of the message interpret the words, sentences, symbols, etc. differently. അതായത് വാക്കുകളുടെ അല്ലെങ്കിൽ വാക്യങ്ങളുടെ അർത്ഥം കൈകാര്യം ചെയ്യുന്ന ഭാഷാശാസ്ത്രത്തിൻ്റെ ശാഖേനെയാണ് നമ്മൾ സെമാൻറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സന്ദേശത്തിനെ എൻകോഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു സന്ദേശത്തിനെ ഡീകോഡ് ചെയ്യുന്നതിലുമുള്ള പ്രക്രിയയിലെ പ്രശ്നങ്ങളും തടസ്സങ്ങളെയാണ് നമ്മൾ ഈ സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പദത്തിനെ തന്നെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനം ചെയ്യുന്നത് അല്ലെങ്കിൽ തെറ്റായിട്ട് വിവർത്തനം ചെയ്യുന്നതൊക്കെ സെമാൻറ്റിക് ബാരിയേഴ്സിൽ വരുന്നതാണ്. സെമാൻറ്റിക് ബാരിയേഴ്സിൻ്റെ കുറച്ച് ടൈപ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, സിമ്പിൾസ് വിത്ത് ഡിഫറെൻറ്റ് മീനിങ്സ്. ഇപ്പോൾ ഒരു സിമ്പിളിന് അല്ലെങ്കിൽ ഒരു വാക്കിന് തന്നെ ഡിഫറെൻ്റ് അർത്ഥങ്ങളുണ്ട്, അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വാക്ക് പറയാനാണെങ്കിൽ മിനിറ്റ്, MINUTE, മിനിറ്റ് എന്നുള്ള വാക്കിന് നമ്മൾ സമയം, മിനിറ്റ് എന്നുള്ളൊരു അർത്ഥമുണ്ട്. അതിനെ തന്നെ നമുക്ക് മൈന്യൂട്ട് എന്നും വായിക്കാൻ പറ്റും. സെയിം സ്പെല്ലിംഗ് ആണ്, പക്ഷെ രണ്ട് രീതിയിൽ നമുക്കതിനെ വായിക്കാൻ പറ്റും. ഒന്ന് മിനിറ്റ്, അതായത് സമയം, പിന്നെ മൈന്യൂട്ട് എന്നും വായിക്കാം. ആ മൈന്യൂട്ടിൻ്റെ മീനിങ് എന്താ? ചെറുത് എന്നുള്ള അർത്ഥം. അപ്പോൾ ഒരൊറ്റ വാക്കാണ്, എഴുതുമ്പോൾ അതിന് സ്പെല്ലിങ്ങിലൊന്നും വ്യത്യാസമില്ല, ഒറ്റ വാക്കാണ്, പക്ഷെ നമ്മളത് വായിക്കുന്ന രീതി, അതാണ് വ്യത്യാസം വരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ അർത്ഥവും വ്യത്യാസമായിരിക്കും. അപ്പോൾ ഒരു മാനേജർ ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് ഈ മിനിറ്റ് എന്നുള്ള വാക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ മാനേജർ ഉദ്ദേശിക്കുന്നത് സമയം എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ വായിക്കുന്ന തൊഴിലാളി നേരെ മറിച്ച് അതിനെ മൈന്യൂട്ട് അഥവാ ചെറുത് എന്നുള്ള അർത്ഥത്തിലാണ് ആ മെസ്സേജ് വായിക്കുന്നതെങ്കിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം അകപ്പാടെ മാറിപ്പോവില്ലേ? അതാണ് സിമാൻറ്റിക് ബാരിയേഴ്സിൽ ഫസ്റ്റ് വൺ, സിമ്പിൾസ് വിത്ത് ഡിഫറെൻറ്റ് മീനിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ, ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജ്. ദ മാനേജർ മേ യൂസ് റോങ് വേർഡ്സ് ഓർ മാനേജേഴ്സ് മേ ഒമിറ്റ് സം വേർഡ്സ്. അതായത് ഒന്നല്ലെങ്കിൽ മാനേജർ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അതായത് ഒരു മെസ്സേജ് കൈമാറാൻ ശ്രമിക്കുമ്പം
ഇപ്പം എഴുതിയിട്ടൊക്കെയാണ് എങ്കിൽ ഇല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടൊക്കെയാണ് ആ മെസ്സേജ് അയക്കുന്നതെങ്കിൽ ഇപ്പം നമുക്കറിയാം ടൈപ്പ് ചെയ്യുമ്പം ഓട്ടോ കറക്ഷൻസ് വരും അല്ലേ, നമ്മൾ ഉദ്ദേശിച്ച കാര്യമല്ല, ചിലപ്പം സിസ്റ്റം തനിയെ അതിനെ ഓട്ടോ കറക്റ്റ് ചെയ്ത് വേറെ രീതിയിലാക്കി കളയും. നമ്മളത് ശ്രദ്ധിക്കാതെ നമ്മൾ ആ മെസ്സേജ് അയച്ചാൽ എന്താ സംഭവം മാറിപ്പോവും, നമ്മൾ ഉദ്ദേശിച്ച സംഭവം മാറിപ്പോവും. അതുപോലെ തന്നെ എന്താ ടൈപ്പ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ മിസ്സായി പോയാൽ മെസ്സേജിൻ്റെ അർത്ഥം മാറാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഇനി അതും അല്ലെങ്കിൽ തെറ്റായ വാക്കുകൾ ഇൻക്ലൂഡ് ചെയ്താൽ മെസ്സേജിൻ്റെ അർത്ഥം ആകെപ്പാടെ മാറിപ്പോവും. അതൊക്കെയാണ് ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജ് എന്ന് പറയുന്നത്. തേർഡ് വൺ, ഫോൾട്ടി ട്രാൻസ്ലേഷൻസ്. ഫോൾട്ടി ട്രാൻസ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വിവർത്തനം ചെയ്യുമ്പോൾ വരുന്ന തെറ്റുകൾ. ഇപ്പം സുപ്പീരിയർ ഓഫീസേഴ്സ്, ഒരു CEO അല്ലെങ്കിൽ ഒരു ജനറൽ മാനേജർ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സിന് ഒരു മെസ്സേജ് അയച്ചു, എന്നിട്ട് അത് തൊഴിലാളികൾക്ക് കൈമാറാൻ ആവശ്യപ്പെടുകയാണെന്ന് വിചാരിക്കും. അപ്പം മാനേജർ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ് ആ മെസ്സേജിനെ വിവർത്തനം ചെയ്തെടുക്കുമ്പോൾ അതിൽ പറ്റിയ തെറ്റ്, അതാണ് ഫോൾട്ടി ട്രാൻസ്ലേഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ തന്നെ ഹെഡായിട്ടിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഒരു ജനറൽ മാനേജർ എങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പം ആ ജനറൽ മാനേജർ ചിലപ്പം ഹിന്ദിയിലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കട്ടി വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇംഗ്ലീഷിലോ ക്രിയേറ്റ് ചെയ്യുന്നൊരു മെസ്സേജ്, ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നൊരു മെസ്സേജ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സിന് ചിലപ്പം ഹിന്ദിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അത്ര വലിയ പ്രാവീണ്യം ഉണ്ടാവണം എന്നില്ല, ചിലപ്പോൾ അത്ര ഒരു എഫിഷ്യൻസി ഉണ്ടാവില്ല ലാംഗ്വേജ് ഡീൽ ചെയ്യാൻ വേണ്ടി. അപ്പം ഈ ജനറൽ മാനേജർ ഹിന്ദിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ടഫ് വേർഡ്സൊക്കെ യൂസ് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സിന് അയക്കുന്ന മെസ്സേജ് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് തൊഴിലാളികൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിലൊരു തെറ്റ് വരാം അല്ലേ, ഭാഷ മര്യാദയ്ക്ക് അറിയാത്തത് കൊണ്ട് ഒരു തെറ്റ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പം അതിനൊക്കെയാണ് തെറ്റായ വിവർത്തനങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് അൺക്ലാരിഫൈഡ് അസംഷൻസ്, അതായത് വ്യക്തമാകാത്ത അനുമാനങ്ങൾ. അസംഷൻസ് എന്ന് പറഞ്ഞാൽ അനുമാനങ്ങൾ. ചില ആശയവിനിമയങ്ങൾക്ക് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ചില അനുമാനങ്ങൾ ഉണ്ടായിരിക്കാം. അതായത് പറയുന്ന രീതിയിലല്ല നമ്മളത് വ്യാഖ്യാനിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടൊരു അസംഷൻ എടുക്കുമ്പോൾ അതെന്തായാലും തെറ്റായിരിക്കും അല്ലേ. നമുക്ക് ആ മെസ്സേജ് അയച്ച ആൾ ഇതാണ് ഉദ്ദേശിച്ചത് എന്ന് നമ്മളങ്ങ് തെറ്റായിട്ട് അനുമാനിക്കുകയാണ്, ഇല്ലെങ്കിൽ ഈ കാര്യത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്ന് നമ്മളങ്ങ് തെറ്റായിട്ട് അനുമാനിക്കുകയാണ്. അതാണ് അൺക്ലാരിഫൈഡ് അസംഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് അപ്പിയേഴ്സ് ബിക്കോസ് ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. മനഃശാസ്ത്രപരമായിട്ടുള്ള തടസ്സങ്ങൾ, അതായത് വൈകാരികമോ അല്ലെങ്കിൽ മാനസികമോ ആയ ഘടകങ്ങൾ ആശയവിനിമയത്തിന് തടസ്സമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് അഥവാ മനഃശാസ്ത്രപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ നമ്മൾ ഭയങ്കര ദേഷ്യത്തിലിരിക്കുമ്പോൾ നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയുന്ന ആ ടോണിൽ വ്യത്യാസം കാരണം നമ്മൾ പറയുന്ന രീതിക്കായിരിക്കില്ല കേൾക്കുന്ന വ്യക്തി അതിനെടുക്കുന്നത്, ഒരു നെഗറ്റീവായിട്ടുള്ള രീതിക്ക് എടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ദേഷ്യത്തിൽ പെട്ടെന്നൊരു കാര്യം പറയുമ്പോഴത്തേക്കും നമ്മൾ പറയാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പം വായിൽ നിന്ന് വീണ് പോകുന്നത്, അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കാത്ത വാക്കുകളായിരിക്കും നമ്മൾ പറഞ്ഞു പോകുന്നത്. അതൊക്കെയാണ് മനഃശാസ്ത്രപരമായിട്ടുള്ള തടസ്സങ്ങൾ. നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ്, നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റിനനുസരിച്ച് ആശയവിനിമയത്തിന് വരുന്ന തടസ്സങ്ങൾ. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ലാക്ക് ഓഫ് അറ്റൻഷൻ, ശ്രദ്ധക്കുറവ്. സ്വീകരിക്കുന്ന ആൾ അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് ശ്രദ്ധയില്ലാതെ ഇരുന്നിട്ടാണ് അത് കേൾക്കുന്നതെങ്കിൽ അവിടെ വരാൻ സാധ്യതയുള്ള എറേഴ്സിനെ അല്ലെങ്കിൽ ബാരിയേഴ്സിനെയാണ് ലാക്ക് ഓഫ് അറ്റൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരാൾ നമ്മളോട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നമ്മൾ അതിന് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ ഒന്നല്ലേ നമ്മൾ പകുതി മുക്കാലോ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റായ കാര്യങ്ങളൊക്കെ ആയിരിക്കും കേൾക്കുന്നത്, തെറ്റായ രീതിയിലായിരിക്കും ആ മെസ്സേജിനെ ഉൾക്കൊള്ളുന്നത്. അതൊക്കെയാണ് ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് അറ്റൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലോസ് ബൈ ട്രാൻസ്മിഷൻ ആൻഡ് പുവർ റിട്ടൻഷൻ. സന്ദേശങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പല തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ ആശയത്തിന് ശോഷണം സംഭവിക്കുകയും ഇതോടൊപ്പം തന്നെ നമുക്ക് താല്പര്യം കൂടി ഇല്ലാതാവുമ്പോൾ നമുക്ക് ആ ഇൻഫർമേഷൻസ് കുറേ കാലം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റാതാവും. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ഓർത്തെടുക്കാനൊരു ബുദ്ധിമുട്ട് വരും. അതൊക്കെയാണ് സെക്കൻഡ് പോയിൻ്റായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ പ്രിമച്വർ ഇവാലുവേഷൻ, അപക്വമായ വിലയിരുത്തലുകൾ. പ്രിമച്വർ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മുഴുവനായിട്ട് കേൾക്കുന്നതിന് മുമ്പ് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തും, നമ്മളൊരു അനുമാനം എടുക്കുകയാണ്.
അല്ലെങ്കിൽ കാര്യത്തിന് നമ്മൾ ജഡ്ജ് ചെയ്യുകയാണ്. അതിനെയാണ് പ്രിമച്വർ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മളത് മുഴുവനായിട്ട് കേൾക്കാൻ നിൽക്കാതെ പകുതി എത്തുമ്പോഴത്തേക്ക് ഇതാണ് സംഭവം എന്നങ്ങ് വിലയിരുത്തുക. അതിനെയാണ് അപക്വമായ വിലയിരുത്തലുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ പറയുന്നത് ഡിസ്ട്രസ്റ്റ് അല്ലെങ്കിൽ അവിശ്വാസം. അതായത് മെസ്സേജ് പറയുന്ന ആളും അത് കേൾക്കുന്ന ആളും അവരുടെ ഇടയിൽ ഒരു വിശ്വാസമില്ല എങ്കിൽ, അവർക്ക് പരസ്പരം ഒരു വിശ്വാസമില്ല എങ്കിൽ അത് കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മളോട് ഒരാൾ ഒരു സത്യമായിട്ടുള്ള കാര്യമായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് ആയിരിക്കും പറയുന്നത്. പക്ഷെ നമുക്ക് അയാളെ വിശ്വാസമില്ലാത്തതുകൊണ്ട് എന്താ, നമ്മൾ ആ മെസ്സേജ് അത്ര കാര്യമാക്കി എടുക്കില്ല. അതാണ് അവിശ്വാസം അല്ലെങ്കിൽ ഡിസ്ട്രസ്റ്റ് എന്നുള്ള ഇതിൽ വരുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബാരിയർ ഇസ് ഓർഗനൈസേഷണൽ ബാരിയർ. സ്ഥാപനത്തിൻ്റെ ഘടനാപരമായിട്ടുള്ള തടസ്സങ്ങൾ. അതായത് സ്ഥാപനത്തിൻ്റെ ഘടന, അധികാര ബന്ധങ്ങൾ, നിയമങ്ങൾ, ചട്ടങ്ങൾ, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള തടസ്സങ്ങൾ. ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്ന കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ബാരിയേഴ്സിനെയാണ് സ്ഥാപനപരമായിട്ടുള്ള അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷണൽ ബാരിയേഴ്സിൻ്റെ ഒരു 4 തരം പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. സ്ഥാപനത്തിലെ നിയമങ്ങളും നിയന്ത്രണങ്ങളും. കർശനമായിട്ടുള്ള നിയമങ്ങൾ, നടപടിക്രമങ്ങളൊക്കെ ആശയവിനിമയത്തിന് ഒരു തടസ്സമാവുന്നുണ്ട്. അതുപോലെ തന്നെ നിർദ്ദിഷ്ട ചാനലിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് ആ കമ്മ്യൂണിക്കേഷനിൽ ഒരു ഡിലേ ഉണ്ടാക്കാൻ, കാലതാമസത്തിന് കാരണമാവുന്നു. അതായത് ഇപ്പം ഫാക്ടറിയിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആപത്ത് വരികയാണ്. അപ്പം എന്തെങ്കിലും പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റുള്ളൂ ആ ആക്സിഡൻറ്റിനെ മറികടക്കാൻ വേണ്ടിയിട്ട്. അന്നേരം നമ്മൾ ഈ പറയുന്ന ചാനൽസ് ഓഫ് ഡയറക്ഷനൊക്കെ പാലിച്ച് കീഴുദ്യോഗസ്ഥൻ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡിനോട് പറഞ്ഞ് ആ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ് സീനിയർ മാനേജറിനോടൊക്കെ പറയാൻ നിൽക്കുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റായി പോകും. അതാണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സിൽ ഫസ്റ്റ് വൺ പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് സ്റ്റേറ്റസ്. അതായത് പദവി. മേലധികാരിയുടെ ഉയർന്ന പദവി കീഴുദ്യോഗസ്ഥരുമായിട്ട് മാനസിക അകൽച്ചം സൃഷ്ടിക്കാൻ കാരണമാകും. ഒരു ഉയർന്ന പദവി ബോധമുള്ള മാനേജർ ഒരിക്കലും തൻ്റെ കീഴുദ്യോഗസ്ഥർക്ക് അവരുടെ വികാരങ്ങൾ സ്വതന്ത്രമായിട്ട് പ്രകടിപ്പിക്കാൻ അനുവദിച്ചേക്കില്ല. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ടോപ്പ് ലെവലിലിരിക്കുന്ന ഒരു മാനേജർ അയാളുടെ ആ ജോബ് പൊസിഷനെ ഭയങ്കര ഒരു അഹങ്കാരമായിട്ട്, അല്ലെങ്കിൽ ആ പദവീനെ വലിയൊരു അഹങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു മാനേജറാണ് എങ്കിൽ ഒരിക്കലും കീഴുദ്യോഗസ്ഥർക്ക് തന്നോട് ഫ്രീ ആയിട്ട് പെരുമാറാനുള്ള ഒരു അവസരം കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ കീഴുദ്യോഗസ്ഥർക്ക് ആ മാനേജറിനോടൊരു നല്ല ബന്ധം പുലർത്താൻ കഴിയില്ല. പകരം നേരെ മറിച്ച് ഒരു മാനസിക റിലേഷൻ, ഒരു സാമൂഹിക റിലേഷൻ, നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്ത് പോകുന്നൊരു മാനേജർ തൻ്റെ പദവീനെ പറ്റി അഹങ്കരിക്കാതെ കീഴുദ്യോഗസ്ഥരോടൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല സൗഹൃദപരമായിട്ട് ഇടപഴകുന്ന ഒരു മാനേജറാണ് എങ്കിൽ കീഴുദ്യോഗസ്ഥർക്ക് കാര്യങ്ങളും ഒരു മടിയും കൂടാതെ തുറന്ന് പറയാൻ പറ്റും. അവർക്ക് എന്തെങ്കിലും പരാതികളോ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയറായിട്ട് തുറന്ന് സംസാരിക്കാൻ പറ്റും. അപ്പോൾ പദവി പലപ്പോഴും ആശയവിനിമയത്തിന് തടസ്സമാകുന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ ആയിട്ടുള്ള കൺഫ്യൂഷൻ ഇല്ലാത്ത ആശയവിനിമയത്തിന് തടസ്സമാവുന്ന ഒരു കാര്യമാണ് പദവി എന്ന് പറയുന്നത്. ഓർഗനൈസേഷണൽ പോളിസീസ്. സ്ഥാപനത്തിൻ്റെ നയങ്ങൾ. ആശയവിനിമയത്തിൻ്റെ സ്വതന്ത്രമായ ഒഴുക്കിന് സ്ഥാപനത്തിൻ്റെ നയങ്ങൾ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ അത് ആശയവിനിമയത്തിന് ഒരു തടസ്സമായിട്ട് ഭവിക്കാൻ സാധ്യതയുണ്ട്. സ്ഥാപനത്തിൽ ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് ക്ലിയറായിട്ട് ഫ്ലോ ചെയ്യണം, അല്ലേ, കറക്റ്റായിട്ട് ഫ്ലോ ചെയ്യണം. അല്ലാതെ എല്ലാ ഇൻഫർമേഷൻസും ഏറ്റവും ടോപ്പ് ലെവലിൽ മാത്രം ഭയങ്കര കോൺഫിഡൻഷ്യലായിട്ട് വെച്ചുകൊണ്ട് കാര്യമുണ്ടോ? ആ കീഴുദ്യോഗസ്ഥരും കൂടി അറിഞ്ഞ് അതിന് വേണ്ടുന്ന രീതിക്ക് പ്രവർത്തിച്ചാൽ മാത്രമേ ഓർഗനൈസേഷൻ അതിൻ്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അതുകൊണ്ട് ഇൻഫർമേഷൻസ് ടോപ്പ് ലെവലിൽ മാത്രം ഇങ്ങനെ ഒതുക്കി കോൺഫിഡൻഷ്യലായിട്ട് വെച്ചുകൊണ്ട് കാര്യമില്ല. ആവശ്യപരമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കീഴ്ത്തട്ടിലേക്കും എത്തുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യണം. അപ്പോൾ ഒരു ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, അതായത് ഇൻഫർമേഷൻസിനെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ അനുവദിക്കണം, ഇല്ലെങ്കിൽ ഓർഗനൈസേഷനിലേക്ക് കീഴ്ത്തട്ടിലേക്കും എത്താൻ അനുവദിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ അനുവദിക്കാത്ത ഓർഗനൈസേഷണൽ നയങ്ങൾ ഒരു എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് തടസ്സം നിൽക്കുന്നു. അതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്. പിന്നെ കോംപ്ലക്സിറ്റി ഇൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. സങ്കീർണപരമായിട്ടുള്ള സ്ഥാപന ഘടന.
ഡിഫറെൻ്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചറൊക്കെ ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ചില സ്ഥാപനങ്ങൾ ഭയങ്കര സങ്കീർണമായിട്ടുള്ള ഘടന ഫോളോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ സങ്കീർണ ഘടനകൾ ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻസിൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ലാഗായിരിക്കും. അതായത് കമ്മ്യൂണിക്കേഷന് ഭയങ്കര കാലതാമസം വരും. അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാനൊന്നും അങ്ങനെയുള്ള ഒരു ഘടനയിൽ സാധിക്കില്ല. അതൊക്കെ എഫക്റ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് തടസ്സം നിൽക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബാരിയറസ് പേഴ്സണൽ ബാരിയേഴ്സ് അഥവാ വ്യക്തിപരമായിട്ടുള്ള തടസ്സങ്ങൾ. അതായത് അയച്ച ആളുടെയും അതായത് മെസ്സേജ് അയക്കുന്ന ആളുടെയും ആ മെസ്സേജ് സ്വീകരിക്കുന്ന ആളുടെയും വ്യക്തിപരമായിട്ടുള്ള ഘടകങ്ങൾ കമ്മ്യൂണിക്കേഷന് ചില സമയത്ത് തടസ്സങ്ങളാവാറുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫിയർ ഓഫ് ചലഞ്ച് ഓഫ് അതോറിറ്റി, അധികാരത്തിന് ഒരു വെല്ലുവിളിയാകും എന്ന ഭയം. ഒരു പ്രത്യേക ആശയവിനിമയം തൻ്റെ അധികാരത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നൊരു മാനേജർ അല്ലെങ്കിൽ ഒരു മേധാവി കരുതുന്നുവെങ്കിൽ അയാൾ അത്തരം ആശയവിനിമയം തടയുവാനോ അല്ലെങ്കിൽ അടിച്ചമർത്തുകയോ ചെയ്യും. ഇപ്പം നമ്മളൊരു മാനേജറായിട്ട് ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കീഴുദ്യോഗസ്ഥരോട് ഒരു ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ ആ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കീഴുദ്യോഗസ്ഥർക്ക് നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. ഇല്ലെങ്കിൽ നമ്മുടെ അധികാരത്തിന് അതൊരു വെല്ലുവിളിയാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനത്തെ ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിൽക്കില്ല അല്ലേ? നമ്മളത് മാക്സിമം ഒളിച്ചു വെക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അടിച്ചമർത്താനോ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റ് ബാരിയറായിട്ട് പറയും. നെക്സ്റ്റ് വൺ ഇസ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇൻ സബോർഡിനേറ്റ്സ്. തൻ്റെ കീഴുദ്യോഗസ്ഥരുടെ മേലിലുള്ള വിശ്വാസക്കുറവ്. മേലുദ്യോഗസ്ഥർക്ക് അവരുടെ കീഴുദ്യോഗസ്ഥരുടെ കഴിവിൽ വിശ്വാസമില്ല എങ്കിൽ അവരൊരിക്കലും അവരുടെ ഉപദേശമോ അഭിപ്രായങ്ങളോ തേടുകയില്ല. ഇപ്പം നമുക്ക് നമ്മുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ വിശ്വാസം ഇല്ലെങ്കിൽ ഒരിക്കലും അവരുടെ ഒരു ഒപ്പീനിയൻസ് അന്വേഷിക്കില്ല. ഇല്ലെങ്കിൽ അവർക്ക് ഉപദേശം കൊടുക്കാൻ അവനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇല്ലെങ്കിൽ അവനോട് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും നമ്മുടെ മനസ്സിൽ. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് അവരോടൊന്നും സംസാരിക്കില്ല, ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ അവർക്ക് പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കേൾക്കാൻ നിൽക്കില്ല. അപ്പോൾ അതാണ് സെക്കൻഡ് പോയിൻ്റായിട്ട് പേഴ്സണൽ ബാരിയേഴ്സിൽ പറയുന്നത്. നെക്സ്റ്റ് തേർഡ് പോയിൻ്റ് ഇസ് അൺവില്ലിങ്നെസ് ടു കമ്മ്യൂണിക്കേറ്റ്. അൺവില്ലിങ്നെസ് ടു കമ്മ്യൂണിക്കേറ്റ്? സന്നദ്ധയില്ലായ്മ. അതായത് കീഴുദ്യോഗസ്ഥരുടെ താല്പര്യങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്ന് അവരുടെ മനസ്സിലൊരു ചിന്തയുണ്ട് എങ്കിൽ ചില സമയങ്ങളിൽ ഈ കീഴുദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥരുമായിട്ട് ആശയവിനിമയം നടത്താൻ തയ്യാറാവില്ല. അതാണ് അൺവില്ലിങ്നെസ് അഥവാ സന്നദ്ധയില്ലായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കാര്യം പോയിട്ട് നമ്മുടെ മാനേജറിനോട് പറയുകയാണ് എങ്കിൽ അത് ഭാവിയിൽ തിരിച്ച് പണിയായിട്ട് നമുക്ക് തന്നെ വരും, അല്ലെങ്കിൽ നമ്മുടെ ജോലീനെ അത് ബാധിക്കും എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഒരിക്കലും ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥരോട് കാര്യങ്ങൾ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിൽക്കില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത് ലാക്ക് ഓഫ് പ്രോപ്പർ ഇൻസെൻറ്റീവ്. ശരിയായ പ്രോത്സാഹനങ്ങളുടെ അഭാവം. അതാണ് അവസാന പോയിൻ്റ്. ആശയവിനിമയത്തിന് പ്രചോദനമോ പ്രോത്സാഹനമോ ഇല്ല എങ്കിൽ കീഴുദ്യോഗസ്ഥർ ആശയവിനിമയം നടത്താൻ മുൻകൈ എടുക്കില്ല. ഇപ്പോൾ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനെ ബന്ധപ്പെടുത്തി എന്തെങ്കിലും ഒരു സജഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ കീഴുദ്യോഗസ്ഥർക്ക് പറയാനുണ്ട് എങ്കിൽ അതൊരിക്കലും നമ്മുടെ മേലുദ്യോഗസ്ഥർ സ്വീകരിക്കില്ല, അല്ലെങ്കിൽ അവരത് നമ്മൾ പറയുന്ന രീതിക്ക് എടുക്കില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ കീഴുദ്യോഗസ്ഥർ ഒരിക്കലും അവരുടെ അഭിപ്രായങ്ങൾ മേലുദ്യോഗസ്ഥരോട് പറയുകയില്ല. നേരെ മറിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മേലുദ്യോഗസ്ഥർ ക്ലിയറായിട്ട് കേൾക്കും, അത് സ്വീകരിക്കും. അത് നല്ലതാണെങ്കിൽ നമ്മളെ പ്രശംസിക്കും, അല്ലെങ്കിൽ നമുക്കതിനൊരു മോട്ടിവേഷൻ നൽകുമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ കീഴുദ്യോഗസ്ഥർ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ഐഡിയാസൊക്കെ സുപ്പീരിയേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ മാനേജേഴ്സ് സ്വീകരിക്കില്ല, അല്ലെങ്കിൽ അതിനൊരു മോട്ടിവേഷനോ എൻകറേജ്മെൻറ്റോ നൽകില്ല എന്നുള്ള ചിന്ത കീഴുദ്യോഗസ്ഥരുടെ കേസസിൽ പലപ്പോഴും ആശയവിനിമയത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഹൗ ടു ഓവർകം ദ ബാരിയേഴ്സ്. ആശയവിനിമയത്തിൽ വരാൻ സാധ്യതയുള്ള കുറേ തടസ്സങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ തടസ്സങ്ങളൊക്കെ എങ്ങനെ മറികടക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് കൺസൾട്ട് അതേഴ്സ് ബിഫോർ കമ്മ്യൂണിക്കേറ്റിംഗ്. ആശയവിനിമയം നടത്തുന്നതിന് മുമ്പ് മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുക. ഒരു സന്ദേശം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്നതിന് മുമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ളവരുമായിട്ടും കൂടി ഒന്ന് ബന്ധപ്പെടുക. അതാണ് ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത്. സെക്കൻഡ് പോയിൻ്റ് ഇസ്
കമ്മ്യൂണിക്കേറ്റ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ റിസീവർ. സ്വീകർത്താവിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആശയവിനിമയം നടത്തുക. ഇപ്പോൾ ഒരു ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന കീഴുദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്നത് അവർ ചെയ്യുന്ന ജോലിക്ക് അവർക്ക് ഫെയർ ആയിട്ടുള്ള സാലറി കിട്ടുന്നുണ്ടോ, അവർ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ ഹെൽത്തി ആണോ, ഇതുപോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പം അവർക്ക് എന്താണോ അറിയേണ്ടത് അല്ലെങ്കിൽ അവരുടെ ലെവലിനനുസരിച്ച് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഫാക്ടറിയിലെ കീഴുദ്യോഗസ്ഥരോട് പോയിട്ട് അവർക്കറിയാത്ത ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പം കേൾക്കുന്നത് ആരാണോ അവരുടെ ലെവലിനനുസരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൺഫ്യൂഷനൊന്നും സൃഷ്ടിക്കാത്ത രീതിയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ക്ലാരിഫൈ ദ ഐഡിയ ബിഫോർ കമ്മ്യൂണിക്കേറ്റിംഗ്. ആശയവിനിമയത്തിന് മുമ്പ് ആശയങ്ങൾ വ്യക്തമാക്കുക. അതായത് നമ്മൾ എന്തിനെ പറ്റിയിട്ടാണോ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യമാണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് അതിനെപ്പറ്റി നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു അറിവുണ്ടായിരിക്കണം. ഇപ്പം കീഴുദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും ഒരു മേലുദ്യോഗസ്ഥൻ അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവരെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. എന്നിട്ട് മാത്രമേ അവരോട് സംസാരിക്കാൻ പോകാൻ പാടുള്ളൂ. അല്ലാതെ അവരെ മനസ്സിലാക്കാതെ അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാതെ അവരോട് സംസാരിക്കാൻ ചെന്നിട്ട് കാര്യങ്ങളൊന്നുമില്ല. അതാണ് പറയുന്നത്, ആശയവിനിമയത്തിന് മുമ്പ് നമ്മൾ കറക്റ്റായിട്ടുള്ള ആശയങ്ങൾ എന്താണ് അല്ലെങ്കിൽ എന്താണ് സംസാരിക്കേണ്ടത് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം സംസാരിക്കാൻ പോവുക. ദ ഫോർത്ത് പോയിന്റ് ഇസ് ഗുഡ് ലിസണർ. നല്ല ശ്രോതാവായിരിക്കുക. ഒരു മാനേജർ ഒരു നല്ല ശ്രോതാവായിരിക്കണം എന്ന് പറയുന്നത്. ക്ഷമ, ശ്രദ്ധ എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ പകുതി പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്താൻ ഒരു മാനേജർക്ക് സാധിക്കുള്ളൂ. കീഴുദ്യോഗസ്ഥർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പേഷ്യൻ്റായിട്ട്, അതായത് ക്ഷമയോടെ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ ആ മാനേജർക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, പ്രോപ്പർ ഫീഡ്ബാക്ക്. ശരിയായ പ്രതികരണം ഉറപ്പാക്കുക. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാളോട് പറയുമ്പം അയാളത് കേട്ടു, ഓക്കെ, കേട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു റെസ്പോൺസ് കിട്ടണ്ടേ, എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടണ്ടേ, എങ്കിലല്ലേ ആ ആശയവിനിമയം മികച്ചതായിരുന്നു, കാര്യക്ഷമമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം സ്വീകർത്താവിനെ കൊണ്ട് ആ ആശയവിനിമയത്തിനോട് പ്രതികരിക്കാൻ കൂടി പ്രോത്സാഹിപ്പിക്കണം നമ്മൾ. അതുപോലെ തന്നെ ആ പ്രതികരണം എന്താണെന്ന് കേൾക്കാനും നമ്മൾ തയ്യാറാവണം. നെക്സ്റ്റ്, ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയങ്ങൾ തുടർ നടപടികൾ ഉള്ളതാവണം. കീഴുദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഐഡിയാസിനെ കുറിച്ച് തുടർ നടപടികളും അവലോകനവും ഒക്കെ ഉണ്ടായിരിക്കണം. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത്തരം തുടർ നടപടികൾ സഹായിക്കുന്നു. നെക്സ്റ്റ്, ലാസ്റ്റ് വൺ, യൂസ് ഓഫ് ഇൻഫോർമൽ ചാനൽസ്. ചില സമയങ്ങളിൽ ഇൻഫോർമൽ ചാനൽസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് വരിക. അതായത് മേലുദ്യോഗസ്ഥർ ഫോർമൽ സ്ട്രക്ചറിന് പുറമെ അവരുടെ കീഴുദ്യോഗസ്ഥരോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് മാനുഷിക പരിഗണന വെച്ച് സംസാരിക്കുമ്പോഴേക്ക് ചിലപ്പോൾ കീഴുദ്യോഗസ്ഥർ തുറന്ന് സംസാരിക്കും, തുറന്ന് അവരുടെ ഐഡിയാസും അവരുടെ ഒപ്പീനിയൻസൊക്കെ പറയും. അപ്പം ചില സമയങ്ങളിൽ ഇൻഫോർമൽ ചാനൽസ് ഗ്രേപ്പ് വൈൻ പോലെയുള്ള ഇൻഫോർമൽ ചാനൽസും യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഡയറക്റ്റിംഗ് എന്നുള്ള ഫംഗ്ഷനിൽ അതിൻ്റെ മീനിങ്ങും ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും എന്താണെന്നാണ് പഠിച്ചത്. ഇതുപോലെ തന്നെ ബാക്കി 3 എലമെൻറ്റ്സ് നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.